ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ മൂന്നാമത് പതികം ഒന്നാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓമാദിയിൽ നിൽക്കും പൊരുൾ നീതാനുലകെങ്കും താമാകി വളർന്നോങ്ങിയ ചാമാനിയതേവേ വ്യോമാമനൽ പൂനീരൊലിയോടാവി വിളക്കോടാമാതനുവാരായി നമുക്കായമിതാമേ. ഓമാദിയിൽ നിൽക്കും പൊരുൾ നീതാനുലകെങ്കും താമാകി വളർന്നോങ്ങിയ ചാമാനിയതേവേ വ്യോമാമനൽ പൂനീരൊലിയോടാവി വിളക്കോടാമാതനുവാരായി നമുക്കായമിതാമേ. ആദ്യമായി പാടലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഓം ആദിയിൽ നിൽക്കും പൊരുൾ. ഓങ്കാരം ആദികാരണമായി വർത്തിക്കുന്ന പൊരുൾ. നീതാൻ നീ തന്നെയാകുന്നു. ഉലകെങ്കും ലോകം മുഴുവനും. താമാകി താൻ മാത്രമായി. വളർന്നോങ്ങിയ വളർന്ന് ഭാവം പകർന്നാടുന്ന. ചാമാനീയതേവേ സർവ്വതിനും സമാനനായിരിക്കുന്ന ദേവാ. വ്യോമാം അനൽ ആകാശവും അഗ്നിയും. പൂനീരൊലിയോട് ഭൂമിയോടും വെള്ളത്തിനോടും ശബ്ദത്തിനോടും. പൂ എന്ന് പറയുന്നത് ഭൂമിയാണ്, നീര് വെള്ളം, ഒലി ശബ്ദം. ആവി വിളക്കോട് ആവി വായുവാണ്, വിളക്ക് അതിൻ്റെ ചൈതന്യം. വായുവിനോടും ചേർന്ന് ചൈതന്യവത്തായിരിക്കുന്ന ആ മാതനു, ആ മഹാദേഹം, ആ മാതനു എന്ന് പറഞ്ഞാൽ മഹാതനു, അതായത് മഹാദേഹം. അത് ശിവന്റെ വിരാട് രൂപമാണ്. വാരായി താദാത്മ്യം ഉണ്ടാവാതിരിക്കട്ടെ, വിരാട് ദേഹത്തിൽ ബുദ്ധി കുടുങ്ങിപ്പോകാതിരിക്കട്ടെ എന്ന്. നമുക്ക് ആയം ഇതാമേ, ഇതാണ് എനിക്ക് ആയം. ആയം എന്നുള്ളതിന് വിജയം, ലാഭം എന്നിങ്ങനെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ വിജയവും ലാഭവും എനിക്കിതാണ്. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: സർവത്തിനും ആദികാരണമായ ഓങ്കാരപ്പൊരുൾ നീ തന്നെയാകുന്നു. അങ്ങനെയുള്ള നീ തന്നെയാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞ് വിരാജിക്കുന്നത്. ഈ ലോകമായി സ്വയം ഭാവം പകർന്നാടുന്നവനും സർവത്ര സർവ്വതിലും നിറഞ്ഞിരിക്കുന്നവനുമായ ദൈവമേ. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്നീ പഞ്ചമഹാഭൂതങ്ങളുമായി കലർന്ന് കേവലം പ്രകാശമയമായ ചേതനയോടുകൂടി വിരാജിക്കുന്ന നിന്റെ പ്രപഞ്ച ശരീരത്തോട് എൻ്റെ ബുദ്ധി പറ്റിച്ചേരാതെ കാത്തുകൊള്ളണമേ. എനിക്കുണ്ടാകാവുന്ന വിജയവും ലാഭവും അതുതന്നെയാണ്. ഓം ആദിയിൽ നിൽക്കുന്ന പൊരുൾ എന്നാണ് ഇവിടെ ഉലകത്തെ ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓം ഇത്യേവേദം സർവ, ഓമിതി ഏവ ഇതം സർവം. അതായത് ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഓങ്കാര സ്വരൂപത്തോടു കൂടിയവയാകുന്നു എന്ന ഉപനിഷത്ത് മഹാവാക്യത്തിൻ്റെ തമിഴ് രൂപമാണ് ഗുരുദേവൻ ഈ വിശേഷണ രൂപേണ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓം ആദിയിൽ നിൽക്കും നീതാൻ ഉലകെങ്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വിശ്വം മുഴുവൻ നിറഞ്ഞു കുടികൊള്ളുന്ന ഏകനും അഖണ്ഡസ്വരൂപനുമായ പരമ്പൊരുൾ നീ തന്നെയാകുന്നു എന്നാണ്. താമാകി വളർന്നോങ്ങിയ ചാമാനിയതേവേ, അതായത് താനായി വളർന്നെഴുന്ന് സർവ്വതുമായി ഭാസിക്കുന്ന ദൈവമേ എന്ന സംബോധനയെ വിരാട് രൂപിയായ ശിവഭഗവാനെ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഓങ്കാരസ്വരൂപനായ ശിവൻ ജ്ഞാനമയനും വിരാട് രൂപിയായ ശിവൻ ലോകമയനുമാണ്.
ജ്ഞാനമൂല്യവും ദ്രവ്യമൂല്യവും സമന്വയിക്കുന്ന പൊരുളേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗുരുദേവൻ ശിവനെ സംബോധന ചെയ്തിരിക്കുന്നത്. വ്യോമാമനൽ പൂനീരൊലിയോടാവി വിളക്കോട് ആ മാതനു വാരായി നമുക്ക് എന്ന പ്രാർത്ഥനയിലൂടെ ഭൗതികതയിൽ എൻ്റെ ബുദ്ധിയെ തളച്ചിടരുതേ എന്നാണ് ശിവനോട് ഗുരു പ്രാർത്ഥിക്കുന്നത്. പഞ്ചമഹാഭൂതങ്ങളുമായി കലർന്നു രൂപപ്പെട്ട് ആത്മതേജസ്സായി സ്വയം വിരാജിക്കുന്ന മഹാതനു, അതായത് വിരാട് രൂപം ശിവന്റെ പ്രപഞ്ച ശരീരമാകുന്നു എന്നും അങ്ങനെയുള്ള ശിവനെ അല്ല തനിക്ക് സാക്ഷാത്കരിക്കേണ്ടതെന്നുമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിരാട് രൂപിയായ ശിവനിൽ മനസ്സ് പറ്റിച്ചേരാൻ ഇടയായാൽ ജ്ഞാനമൂർത്തിയും ചിദംബരമൂർത്തിയുമായ ശിവനെ സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോകും. എന്നാൽ ജ്ഞാനസ്വരൂപനായ ശിവനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ വിരാട് രൂപവും അതിൽ ഉൾപ്പെടും എന്നുള്ളതുകൊണ്ട് സമ്പൂർണ്ണ ശിവസാക്ഷാത്കാരം അതിലൂടെ സംസിദ്ധമായി തീരുന്നതാണ്. അങ്ങനെയുള്ള ശിവ സായുജ്യ പദപ്രാപ്തിയാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ശ്രീനാരായണ ദർശനത്തിൻ്റെ ഒരു പ്രഖ്യാപിത വിളംബരം കൂടിയാണ് പരോക്ഷമായി നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുള്ള ജീവിത ദർശനം. ആ ജീവിത ദർശനം സാധ്യമായി തീരണമെങ്കിൽ ശൈവതത്വത്തെ ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിക്കുന്ന ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കുവാൻ സാധിച്ചാൽ പിന്നീട് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 2-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആമോദവുമാമിന്ദമകാമന്ദിരമൊன்றுം നാമാതു നമുക്കെன்றരുളായു നമയ്യാളും കോമാനരുളും കൊണ്ട കുഴാം കൂവിയണൈന്താൽ ആമോദവുമാമിന്ദമകാമന്ദിരമെല്ലാം ആമോദവുമാമിന്ദമകാമന്ദിരമൊன்றுം നാമാതു നമുക്കെன்றരുളായോ നമയ്യാളും കോമാനരുളും കൊണ്ട കുഴാം കൂവിയണൈന്താൽ ആമോദവുമാമിന്ദമകാമന്ദിരമെല്ലാം. ആദ്യമായി പാടലിലെ പദാനുപദാർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഇന്ദ മകാമന്ദിരം, ഈ മഹാമന്ത്രം, അതായത് ഓം നമഃശിവായ എന്ന മന്ത്രം. ആമോദവും ആം, ആമോദമും ആം ആനന്ദ സ്വരൂപം കൂടിയാണ്. നാമാതു, നാവിൻ്റെ മാതു, അതായത് വാണിദേവി, നമുക്ക്, എനിക്ക്, ഇന്ന്, ഒൻറും, ഒരു പ്രാവശ്യം കൂടി, അരുളായോ, അരുളിത്തരില്ലേ, നമ്മൈ ആളും, നമ്മെ കാത്തുരക്ഷിക്കുന്ന, കോമാനരുളു, മഹാദേവന്റെ അനുഗ്രഹവും കൊണ്ട ലഭിച്ച കൂഴാം, ഭക്തന്മാർ, കൂവി അണൈന്താൽ, ഉച്ചത്തിൽ ചൊല്ലി വിളിച്ചടുത്താൽ, ആമോദമും ആം, സന്തോഷവും, അതായത് ആനന്ദവും ഉണ്ടാകും. ഇന്ദ മകാമന്ദിരം എല്ലാം, ഈ മഹാമന്ത്രം തന്നെയാണല്ലോ എല്ലാം. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ഓം നമഃശിവായ എന്ന ഈ മഹാമന്ത്രം ആനന്ദ സ്വരൂപം കൂടിയാണ്.
അങ്ങനെയുള്ള ഈ മഹാമന്ത്രം വാണീദേവി ഇന്നൊരിക്കൽ കൂടി എനിക്ക് അരുളിത്തരികയില്ലേ? നമ്മെ കാത്തുരക്ഷിക്കുന്ന ഈശ്വരനായ നിന്റെ അനുഗ്രഹം ശരിയായി ലഭിച്ച ഭക്തന്മാർ ഈ മഹാമന്ത്രം ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് അടുത്താൽ എന്തൊരു പരമാനന്ദമായിരിക്കും അനുഭവപ്പെടുക. ആനന്ദസ്വരൂപമായ ഈ മഹാമന്ത്രപ്പൊരുൾ തന്നെയാണല്ലോ എല്ലാം. ഓം നമഃശിവായ എന്ന മഹാമന്ത്രം ഗഹനാർത്ഥപുഷ്ടമായ ഒരു ജപധ്യാന മന്ത്രമാണ്. ഓം എന്ന ഏകാക്ഷരമന്ത്രം എപ്രകാരമാണോ അറിവിൻ്റെ സമസ്ത സ്വരൂപതയോടുകൂടി വർത്തിക്കുന്നത്, അപ്രകാരം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ സർവസാരമന്ത്രമായി വികസിപ്പിച്ചെടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ശ്രീനാരായണ ഗുരുദേവകൃതമായ ബാഹുലയാഷ്ടകത്തിൽ നമ്മൾ പഠിച്ചതാണ്. ബീജാക്ഷരങ്ങളെ വിപുലീകരിച്ച് ജ്ഞാന പൊരുൾ വെളിപ്പെടുത്തിയെടുക്കുന്ന ആ ഒരു തന്ത്രം, അത് ഓം നമഃശിവായ എന്ന മഹാമന്ത്രത്തിൻ്റെ ജപത്തിലൂടെയും സാധിച്ചെടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിവനെ ഓങ്കാരസ്വരൂപനായി ജപധ്യാനത്തിലൂടെ സാക്ഷാത്കരിച്ചെടുക്കുന്ന ശിവയോഗിയുടെ ആത്മസമർപ്പണ ധ്വനിയാണ് ശിവപഞ്ചാക്ഷരി മന്ത്രം എന്നാണ് ഈ പാടലിൻ്റെ തുടക്കത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ശിവപഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി ഏകദേശ ധാരണ ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിലും വാണിമാതാവിൻ്റെ തിരുനാവിലൂടെ അതൊന്ന് ഉരുവിട്ട് കേൾക്കാൻ, അതൊന്നുകൂടി ഉരുവിട്ട് കേൾക്കാൻ കൊതിച്ചു പോകുന്നതായി ഗുരു സ്വയം സാക്ഷ്യരൂപേണ പറഞ്ഞിരിക്കും. വാണിമാതാവ്, അതായത് കാവ്യദേവത, ഒരു കാവ്യബിംബമാണ്. അറിവിൻ്റെ ഉറവും പൊരുളും വഴിഞ്ഞൊഴുകുന്ന വാക്വിലാസമാണ് വാണീദേവിയായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓങ്കാരത്തെ ഏകാക്ഷരമന്ത്ര സ്വരൂപതയോടുകൂടി ധ്വനിപ്പിക്കുമ്പോൾ മാത്രമാണ് ആ ധ്വനിയിൽ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവതത്വപ്പൊരുളിൻ്റെ വാക്വിലാസം അനുഭവവേദ്യമായിത്തീരുന്നു. ശിവപഞ്ചാക്ഷരി മന്ത്രജപത്തിലൂടെ ശിവതത്വപ്പൊരുളിൻ്റെ ശാബ്ദിക ഭാവം ധ്വനിപ്പിക്കുവാനും മനനനിധിധ്യാസനാദികളിലൂടെ ആ പൊരുളിനെ സാക്ഷാത്കരിക്കാനുമുള്ള വാക്വിലാസത്തിനു വേണ്ടിയുള്ള ഗുരുമനസ്സിലെ അടങ്ങാത്ത ലക്ഷ്യബോധമാണ് ഇവിടെ വാണിമാതാവിൽ നിന്നുമുള്ള അരുളപ്പാടായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർവരക്ഷകനും സർവമംഗളകരനുമായ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിച്ച മഹാഭക്തന്മാർ ശിവപഞ്ചാക്ഷരി മന്ത്രം ഓങ്കാരത്തിൻ്റെ അകമ്പടിയോടുകൂടി ഉച്ചത്തിൽ ഉരുവിടുന്ന നാദവിലാസ ഭൂമികയിൽ എത്തിപ്പെടുന്ന ശിവയോഗിയുടെ മനസ്സ് ആനന്ദത്തുന്തിലമായി തീരുമെന്നും സർവസാര സ്വരൂപ മന്ത്രമായ ശിവപഞ്ചാക്ഷരി ജപലഹരിയിൽ അമർന്ന് ശിവസായുജ്യമടയുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നുമാണ് ഏകനും അഖണ്ഡ സ്വരൂപമൂർത്തിയുമായ പരംപൊരുളിനോട് ഗുരുദേവൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. സമസ്ത പ്രപഞ്ചമായി വിടർന്നു വിരാജിക്കുന്ന ഓങ്കാരസ്വരൂപനായി അഥവാ നാദബ്രഹ്മമായി ശിവൻ ഇവിടെ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ മൂന്നാമത് പതികത്തിലെ മൂന്നാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാ ഉയിരും നിന്നൊരു എല്ലാ ഉടലും നീ
எல்லா உலகும் நின் களி அல்லாதவை இல்லை. பொல்லாதனவெல்லாம் பொடி செய்தாண்டருள் பூவிர் பல்லாருயிராளும் பரதேவே ചുരകോവേ. എല്ലാ ഉയിരും നിന്നൊരു എല്ലാ ഉടലും നീ എല്ലാ ഉലകും നിൻകളി അല്ലാതവൈ ഇല്ലേ. പൊല്ലാതനവെല്ലാം പൊടി ചെയ്താണ്ടരുൾ പൂവിർ പല്ലാരുയിരാളും പരദേവേ ചുരകോവേ. എല്ലാ ഉയിരും നിൻ ഒരു, എല്ലാ ജീവനും നിന്റെ ശരീരമാകുന്നു. എല്ലാ ഉടലും നീ, എല്ലാ ശരീരങ്ങളും നീ തന്നെയാകും. എല്ലാ ഉലകും നിൻ കളി, ലോകങ്ങളായി വിലാസം ചെയ്യുന്നതെല്ലാം നിന്റെ ലീലകളാകുന്നു. അല്ലാത്തവയായി ഇല്ലൈ, ഒന്നും തന്നെയില്ല. പല്ലാരുയിരാളും പൽ ആരുയിർ ആളും, പലതായി പിരിഞ്ഞു നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും കാത്തുരക്ഷിക്കുന്ന പരദേവേ, പരദൈവമേ, ചുരകോവേ, സുരന്മാർക്കെല്ലാം ദേവനായിട്ടുള്ളവനെ, ദേവദേവാ, പൂവിർ, ഭൂമിയിൽ പൊല്ലാതനവെല്ലാം, ദോഷമുണ്ടാക്കുന്നവയെല്ലാം പൊടി ചെയ്ത് ധൂളിയാക്കി നശിപ്പിച്ച് ആണ്ട് അരുൾ, രക്ഷിച്ച് അനുഗ്രഹിച്ചാലും. ഇതാണ് ഈ പാടലിലെ പദാനുപദാർത്ഥങ്ങൾ. ഈ പാടലിൻ്റെ സാമാന്യമായ വാച്യാർത്ഥം ഇങ്ങനെയാണ്: എല്ലാ ജീവനുകളും നിന്നിൽ നിന്നുമാണ് ഉരുവം കൊള്ളുന്നത്. എല്ലാ ശരീരങ്ങളും നീ തന്നെയാണ്. സർവ ജീവജാലങ്ങളും ജീവരൂപങ്ങളും സർവ ലോകങ്ങളും ചേരുന്ന ഈ പ്രപഞ്ചം നിന്റെ ലീലാവിലാസം തന്നെയാണ്. അങ്ങനെ അല്ലാത്തവയായി, അതായത് നിന്റെ ലീലാവിലാസത്തിൽ പെടാത്തവയായി ഇവിടെ യാതൊന്നുമില്ല. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കാത്തരുളുന്ന പരദൈവമേ, ദേവദേവാ, ഈ ഭൂമിയിൽ ദോഷമുണ്ടാക്കുന്നവയെല്ലാം ധൂളിയാക്കി നശിപ്പിച്ചു കളഞ്ഞ് രക്ഷിച്ച് അനുഗ്രഹിച്ചാലും. ശിവനെ വിശ്വം മുഴുവൻ നിറഞ്ഞു കുടികൊള്ളുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി ഭാവന ചെയ്യുന്ന അദ്വൈതിക്ക് ശിവമയമല്ലാത്തതായി ഈ ലോകത്ത് ഒന്നിനെയും കാണാൻ സാധ്യമല്ല. സൃഷ്ടിന്മുഖ സംഹാരശക്തി പ്രഭാവത്തെയാണ് ശൈവതത്വപ്പൊരുളായി ഗുരുദേവൻ ദർശിച്ചത്. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി വൃദ്ധിക്ഷയങ്ങളെ വിചാരം ചെയ്തു നോക്കിയാൽ ഒരിടത്തും അമംഗളം ദർശിക്കാൻ സാധ്യമല്ല. എല്ലാ ജീവനും ശിവനിൽ നിന്നുമാണ് ഉരുവം കൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാടൽ സമാരംഭിക്കുന്നത്. സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു സർവജീവനുകളുടെയും ഉൽപ്പത്തി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. വിശ്വം മുഴുവൻ നിറഞ്ഞു കുടികൊള്ളുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൽ നിന്നും സ്വയമേവ സംഭവിക്കുന്ന ആവിർഭാവ തിരോഭാവങ്ങളാകുന്നു ഓരോ ജീവന്റെയും ഉൽപ്പത്തിയായും നാശമായും നമുക്ക് അനുഭവപ്പെടുന്നത്. നാം അതിനെ ജനന മരണങ്ങളായി കാണുന്നുവെന്ന് മാത്രം. കോഴിമുട്ടയുടെ ഉദാഹരണം നമ്മൾ പലപ്പോഴും ഈ ഒരു സത്യത്തെ മനനം ചെയ്യുന്നതിന് വേണ്ടി ദൃഷ്ടാന്തീകരിച്ചിട്ടുണ്ട്. കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കോഴിമുട്ട നശിക്കുന്നതായും കോഴിക്കുഞ്ഞ് പുതുതായി ജനിക്കുന്നതായും തോന്നുമെങ്കിലും അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ മുട്ടയുടെ സ്വത്വസ്വരൂപം കോഴിക്കുഞ്ഞിൻ്റെ സ്വത്വസ്വരൂപമായി പരിണാമപ്പെടുന്ന ഒരു അവസ്ഥാന്തരം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്.
അവിടെ വാസ്തവത്തിൽ കോഴിമുട്ടയ്ക്ക് നാശം കോഴിമുട്ടയുടെ സത്താവിശേഷം അവിടെ തന്നെയുണ്ട്. ആ സത്താവിശേഷമാണ് കോഴിക്കുഞ്ഞിൻ്റെ സത്താവിശേഷമായി അവസ്ഥാന്തരത്തെ പ്രാപിക്കുന്നത്. അപ്പം ഇത്തരത്തിലാണ് ജീവനുകളുടെ എല്ലാം ഉൽപ്പത്തിയും നാശവും. അപ്പം ഇത്തരത്തിൽ അതിനെ സൈദ്ധാന്തികമായി ദാർശനികമായി മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാനായും മയിലായും കുയിലായും സിംഹമായും കടുവയായും പുലിയായും നായായും നരിയായും നരനായി പുഴുവായും മീനായും പാമ്പായും എന്ന് വേണ്ട സർവ്വജീവജാലങ്ങളുമായി ഭാവം പകർന്നാടുന്നത് ഒരേ പരമാത്മ ചൈതന്യം തന്നെയാണ്. മനുഷ്യജീവനും ഇതര ജീവനുകളും തമ്മിൽ സത്താപരമായ യാതൊരു വ്യത്യാസവുമില്ല എന്ന് സാരം. എല്ലാ ഉയിരും നീ എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിൻ ഒരു എല്ലാ ഉടലും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാകാരം പൂണ്ടവനും സർപ്പവിഭൂഷിതനും ഗംഗാധരനും ചന്ദ്രചൂടനും ശൂലപാണിയും ഡമരു കൈയിലെന്തിയവനും ദിഗംബരനും പുലിത്തോലുടയാള ചാർത്തിയവനും കാളവാഹനനും ത്രിപുണ്ഡ്രധാരിയും ത്രിനേത്രനും കപാലിയും ശ്മശാനവാസിയും ചുടലഭസ്മധാരിയും യോഗീശ്വരനുമൊക്കെയായി ഭാവം പകർന്നാടുന്ന ശിവൻ ജ്ഞാനതാപസന്മാരുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കാവ്യബിംബമാണ്. എണ്ണമറ്റ ജീവരൂപങ്ങളായും ജീവശരീരങ്ങളായും ഒരേ സമയം വിരാജിക്കുന്ന ശൈവമായയിൽ നിന്നുമാണ് സർവ്വതും ഉരുവം കൊള്ളുന്നത്. ഉരുവം പ്രാപിച്ച സർവ്വതും വിലയിക്കുന്നതും അതേ മായയിൽ തന്നെയാണ്. അക്കാരണത്താലാണ് ഉലകത്തെ ശിവലീലയായി ഗുരുദേവൻ വിശേഷിപ്പിച്ചത്. ഇപ്പറഞ്ഞ പ്രകാരമെല്ലാം വിരാജിക്കുന്നവനും സർവരക്ഷകനും സർവമംഗളകാരിയുമായ ശിവനോട് ഈ ലോകത്ത് നാശകരമായിട്ടുള്ളതിനെയെല്ലാം ധൂളിയാക്കി നശിപ്പിച്ചു കളഞ്ഞ് കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. ശൈവതത്വപ്പൊരുളിനെ യഥാതഥം സാക്ഷാത്കരിച്ച് ആ പൊരുളിൽ വിലയം പ്രാപിച്ച ഗുരുമനസ്സിൽ നിന്നും ഉതിർന്ന നിർവ്യാജവും നിരുപാധികവുമായ വാഴ്ത്തുപാടലായി ഈ പദ്യത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 4-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കോവേറുപിരാനെ കുറിയറ്റോങ്കി വിളങ്കും മൂവേഴുലകും മോന്തുമിഴും മോനവിളക്കേ പൂവേറുപിരാനും നെടുമാലും പൊടി കാണാതാവേ ചെറുകളാനാരുരുവാരോരറിവാരോ. കോവേറുപിരാനെ കുറിയറ്റോങ്കി വിളങ്കും മൂവേഴുലകും മോന്തുമിഴും മോനവിളക്കേ പൂവേറുപിരാനും നെടുമാലും പൊടി കാണാതാവേ ചെറുകളാനാരുരുവാരോരറിവാരോ. ആദ്യമായി ഈ പാടലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. കോവേറുപിരാനെ, കോവിൽ അതായത് ഗോവിൻ്റെ പുറത്ത് ഏറുന്ന പിരാനെ, കളപ്പുറത്തേറി സഞ്ചരിക്കുന്ന തമ്പുരാനെ, കുറിയറ്റ് അടയാളങ്ങളില്ലാത്തവനായി ലക്ഷണാതീതനും അദൃശ്യനുമായി ഓങ്കി വിളങ്കും എല്ലായിടത്തും നിറഞ്ഞു പ്രകാശിക്കുന്ന മൂവേഴുലകും മോന്തുമിഴും 21 ലോകങ്ങളും മോന്തുകയും ഒഴിഞ്ഞുതുപ്പുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മോനവിളക്കേ, മൗനവിളക്കേ, ഗോപ്യമായ സത്യമേ, പൂവേറുപിരാനും പൂവിലേറി നിലകൊള്ളുന്ന പിരാൻ അതായത് കമലാസനനായ ബ്രഹ്മാവും നെടുമാലും മഹാവിഷ്ണുവും പൊടി കാണാതെ
പൊടി പോലും കണ്ടെത്താൻ സാധിക്കാതെ ആവേചകൾ ആനാർ ആവേശഭരിതരായി തീർന്നു പോലും. ഒരു ആരോർ അറിവാരോ, അങ്ങനെയുള്ളവനായ നിന്റെ രൂപം ആരോർ ആരൊരുത്തരാണ് അറിവാരോ അറിയുന്നവരായിട്ടുള്ളത്. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: കാളപ്പുറത്തേറി സഞ്ചരിക്കുന്ന തമ്പുരാനെ, അടയാളങ്ങളോ ലക്ഷണങ്ങളോ ഇല്ലാതെ എല്ലായിടത്തും നിറഞ്ഞു പ്രകാശിക്കുന്നവനെ, മൂവേഴ് ലോകങ്ങളെയും ഉള്ളിലേക്ക് തിരോഭവിപ്പിച്ചുകൊണ്ടും വെളിയിലേക്ക് ആവിർഭവിപ്പിച്ചുകൊണ്ടും, അതായത് മോന്തിയും തുപ്പിയും വിലാസം ചെയ്യുന്ന മൗനവിളക്കേ, കമലാസനനായ ബ്രഹ്മാവും മഹാവിഷ്ണുവും നിന്റെ പൊടി പോലും കണ്ടെത്താനാവാതെ നിന്നിലുള്ള ഭക്തി മൂലം ആവേശഭരിതരായി തീർന്നു പോലും. അങ്ങനെയുള്ള നിന്റെ രൂപത്തെ അറിയുന്നവരായി ആരാണുള്ളത്? കാളപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നവനും രൂപരഹിതനും ലക്ഷണാതീതനുമായി എല്ലായിടത്തും നിറഞ്ഞു പ്രകാശിക്കുന്ന ജ്ഞാനസ്വരൂപനായി ശിവനെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. കാള മനുഷ്യ മനസ്സിലെ മൃഗീയതയെയും അതുപോലെ അവിവേകത്തെയും പ്രതീകവൽക്കരിക്കുന്ന കാവ്യബിംബമാണ്. അങ്ങനെയുള്ള കാളയുടെ പുറത്തു കയറി സഞ്ചരിക്കുന്ന ശിവൻ മൃഗീയതയെയും അവിവേകത്തെയും അമർച്ച ചെയ്ത് വിവേകമാർഗം കാട്ടിത്തരുന്ന പ്രതീക പുരുഷനാണ്. മൂവേഴ് ലോകങ്ങളെയും മോന്തിയും തുപ്പിയും വിലാസം ചെയ്യുന്ന മൗനവിളക്കേ എന്നാണ് തുടർന്ന് ശിവനെ സംബോധന ചെയ്തിരിക്കുന്നത്. മോന്തുക എന്ന പദത്തിൻ്റെ വാഗർത്ഥം കുടിക്കുക എന്നും ഉമിഴുക എന്ന പദത്തിൻ്റെ അർത്ഥം തുപ്പുക എന്നുമാണ്. 21 ലോകങ്ങളെയും തന്നിലേക്ക് തിരോഭവിപ്പിച്ചുകൊണ്ടും അതേസമയം തന്നെ പുറത്തേക്ക് ആവിർഭവിപ്പിച്ചുകൊണ്ടും വിലാസം ചെയ്യുന്ന താത്വിക പുരുഷനായി ശിവനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ലോകങ്ങളുടെ എണ്ണത്തെപ്പറ്റി കൃത്യമായ വിവരം നൽകുവാൻ ഇന്നോളം ആർക്കും സാധിച്ചിട്ടില്ല. അനന്തം അജ്ഞാതമവർണ്ണനീയം എന്നാണ് കവികൾ ലോകത്തെ വാഴ്ത്തിയിരിക്കുന്നത്. 14 ലോകങ്ങൾ എന്നൊരു സങ്കല്പം പൗരാണിക ചിന്തകന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഭൂമി, അന്തരീക്ഷം, സ്വർഗം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നീ 7 ലോകങ്ങൾ മുകളിലേക്കും, അതലം, വിതലം, നിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം എന്നിങ്ങനെ 7 ലോകങ്ങൾ താഴോട്ടുമുണ്ടെന്നാണ് ഭാരതീയ ഋഷീശ്വരന്മാരുടെ അഭിപ്രായം. ഈ പറഞ്ഞിരിക്കുന്ന 14 ലോകങ്ങളെ അറിവിൻ്റെ 7 ദ്വന്ദ്വ ജോഡികളായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ലോകനം ചെയ്യപ്പെടുന്നതെന്തോ അതാണ് ലോകം. ആലോകനത്തിലൂടെയും അവലോകനത്തിലൂടെയും ജ്ഞാനതാപസ്ഥന്മാർ അവരുടെ അകക്കണ്ണിൽ ദർശിച്ച അറിവിൻ്റെ 7 ഊർധ്വതലങ്ങളെയും അവയുടെ ദ്വന്ദ്വങ്ങളായ 7 അധോതലങ്ങളെയുമാണ് 14 ലോകങ്ങളായി മനസ്സിലാക്കേണ്ടത്. ലോകങ്ങൾ എണ്ണത്തിൽ 21 ഉണ്ടെന്നാണ് ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേൽപ്പറഞ്ഞ 14 ലോകങ്ങളെ കൂടാതെ വായുക്കളുടേതായ ആവഹൻ, സംവഹൻ, പ്രവഹൻ, ഉദ്വഹൻ, വിവഹൻ, പരിവഹൻ, പരാവഹൻ എന്നീ 7 ചലനഭാവങ്ങളെ കൂടി ഗുരുദേവൻ ലോകങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കും. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കുമ്പോൾ ഇപ്പറഞ്ഞ ഓരോ ഭാവഗതിയും അറിവിൻ്റെ തലങ്ങൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. ഏകമായ ജ്ഞാനപ്പൊരുൾ 21 പിരിഞ്ഞാണ് ജ്ഞാനപ്രഭാവം ജനിപ്പിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ബ്രഹ്മാവും വിഷ്ണുവും ശിവന്റെ പൊടി പോലും കണ്ടെത്താനാവാതെ ആവേശഭരിതരായി ഭവിച്ചുവെന്നും അങ്ങനെയുള്ള ശിവന്റെ സ്വരൂപം കണ്ടവരായി ഇവിടെ ആരാണുള്ളത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടുമാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. ഒരിക്കൽ
ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ അവരുടെ മഹത്വത്തെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെട്ടുവെന്നും ആ സമയത്ത് ശിവൻ ഒരു ജ്യോതിർസ്തംഭമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും തർക്കം നിർത്തി ഈ ജ്യോതിർസ്തംഭത്തിൻ്റെ അടിയും മുടിയും കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുവിൻ. നിങ്ങളിൽ ആരാണോ ആ ദൗത്യത്തിൽ വിജയിക്കുന്നത് അവനാകുന്നു നിങ്ങളിൽ ശ്രേഷ്ഠൻ എന്നൊരു അശരീരി അപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ടു എന്നും ആ ജ്യോതിർസ്തംഭത്തിൻ്റെ മുടി കണ്ടെത്താനായി ബ്രഹ്മാവ് ഹംസത്തിൻ്റെ പുറത്തു കയറി മുകളിലേക്കും വിഷ്ണു വരാഹരൂപം ധരിച്ച് ഭൂമി തുരന്ന് താഴേക്കും പോയി എന്നും ഇന്നും ആ ജ്യോതിർസ്തംഭത്തിൻ്റെ അടിയോ മുടിയോ കണ്ടെത്താൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല എന്നും ഒരു പുരാണകഥയിട്ടു. ശൈവതത്വപ്പൊരുൾ ആദിമധ്യാന്തവിഹീനമായ അറിവിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് അന്യാപദേശമറയിൽ പൊതിഞ്ഞ് ഈ പുരാണകഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ശിവതത്വപ്പൊരുൾ കണ്ടവരായി ആരാണുള്ളത് എന്ന അത്ഭുതം കൂറിക്കൊണ്ട് ശിവനെ ഗുരു വാഴ്ത്തിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവത്തിപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 5-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വാരോ വരയോ വാരിതിയോ വാനവർ ചേരും താരോ തരയോ തന്മലരോ തർപ്പരനേ നീ യാരോ നീ അറിയേനടിനായേ നരുവായേ നീരാറണിവോനേ നിതമാൾവായി നിമ്മലനേ വാരോ വരയോ വാരിതിയോ വാനവർ ചേരും താരോ തരയോ തന്മലരോ തർപ്പരനേ നീ യാരോ നീ അറിയേനടിനായേ നരുവായേ നീരാറണിവോനേ നിതമാൾവായി നിമ്മലനേ. തർപ്പരനെ തത് പരനെ തത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന പരംപൊരുളെ നീ വാരൂ നീ മേഘമാണോ വരയൂ പർവ്വതമാണോ വാരിതിയൂ സമുദ്രമാണോ വാനവർ ചേരും താരൂ സ്വർഗമാണോ തരയൂ ധരയാണോ അതായത് ഭൂമിയാണോ തൺമലരോ തണിവുള്ള പൂവാണോ യാരോ നീ ആരാണ് അടിനായേനറിയേൻ നായയെപ്പോലെ അടിപറ്റിക്കിടക്കുന്ന ഞാൻ അറിയുന്നില്ലല്ലോ നീരാറണിവോനെ ജലസമൃദ്ധമായ ഗംഗയെ ശിരസിലണിയുന്നോനെ നിമ്മലനെ നിർമ്മലനെ അരുൾവായി പറഞ്ഞു തന്നാലും നിതം ആൾവായി നിത്യവും കാത്തുരക്ഷിച്ചാലും. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. തത് എന്ന പദത്തിൻ്റെ അർത്ഥപ്പൊരുളെ നീ ആരാണ്? മേഘമാണോ പർവ്വതമാണോ സമുദ്രമാണോ സ്വർഗമാണോ തനിമയുള്ള പൂവാണോ? നിന്റെ അടിപറ്റിക്കിടക്കുന്ന നായയെപ്പോലെയുള്ളവനായ ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ. ഗംഗയാറു തലയിൽ ചൂടി വിരാജിക്കുന്ന നീ വാസ്തവത്തിൽ ആരാകുന്നുവെന്ന് പറഞ്ഞു തന്നാലും നിത്യ നിർമ്മലനെ എന്നെ എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കുമാറാകണമേ.
ശിവനെ തത്പരനായി, അതായത് ബ്രഹ്മമായി ഭാവന ചെയ്തുകൊണ്ട് ധ്യാനയോഗസ്ഥിതനായിരിക്കുന്ന ഗുരുദേവൻ്റെ മനസ്സിൽ അരങ്ങേറിയ പ്രാപഞ്ചിക വിശകലന ചിത്രമാണ് ഈ ധ്യാനമന്ത്ര സമാനമായ പാടൽ വരഞ്ഞിട്ടിരിക്കുന്നത്. ഭൗമ സംരചനയിലെ മേഘം, സമുദ്രം, പർവ്വതം എന്നീ 3 ഘടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഗുരു ചോദിക്കുന്നു, നീ മേഘമാണോ, പർവ്വതമാണോ, അതോ മഹാസമുദ്രമാണോ എന്ന്. നീരാറ് ചൂടിയവനായ, അതായത് ഗംഗാധരനായ ശിവനെ ധ്യാനിച്ചുകൊണ്ടുള്ള ചോദ്യമാണിത്. സമുദ്രം ഇല്ലെങ്കിൽ മേഘമില്ല, മേഘമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലാതായാൽ നീരൊഴുക്കും നദികളുമില്ല, മഴയും നീരൊഴുക്കുമില്ലാതെ വൃക്ഷലതാദികൾ നിറഞ്ഞ സസ്യപ്രകൃതിയും പർവ്വതനിരകളും ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞവയെല്ലാം സ്വതന്ത്ര നിലനിൽപ്പില്ലാത്തവയും പരസ്പര ആശ്രിതങ്ങളുമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞവയെല്ലാം കലർന്ന് പരിപക്വമായി തീർന്ന നൈസർഗിക ഉരുവാണ് ഭൂമി. ഭൂമാവിലെ അഥവാ ഈ ഭൗമ വിസ്തൃതിയുടെ സങ്കീർണതകളിലേക്കും അദൃശ്യമായ നൈസർഗിക രചനാ രഹസ്യങ്ങളിലേക്കുമാണ് ഗുരു ചൂഴ്ന്നിറങ്ങുന്നത്. സർവവ്യാപിയും സർവഗനും സർവനിയന്താതാവുമായി തത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന പരംപൊരുളായി ശിവനെ ഭാവന ചെയ്തുകൊണ്ട് ആ മഹാപ്രഭാവത്തിനു മുന്നിൽ കാലടി പറ്റിക്കിടക്കുന്ന നായയോട് സ്വയം ഉപമിച്ചുകൊണ്ട് ഗുരുദേവൻ സത്യാന്വേഷണം തുടരും. നിത്യനിർമ്മലവും പരമവുമായ സത്യം, അതായത് ബ്രഹ്മം എപ്പോഴും തുണയായി ഭവിക്കുമാറാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പാടൽ ഉപസംഹരിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 6-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിമല നിത്യനെ നിർപ്പയനെ നിർക്കുണനെ അവമേ പുവിനായേ നഴിയാതെ നിതമാൾവായ് நமனை கடலால் காய்ந்த நடேச்சா நமை நீயே புவி மீதருள்வாரம் புரிவாயே பெருமானே. நிமலா நித்தியனே நிற்பயனே நிற்குணனே அவமே புவினாயே நழியாதே நிதமாழ்வாய் நமனை கழலால் காய்ந்த நடேச்ச நமை நீயே புவி மீதருள்வாரம் புரிவாயே പെരുമാനേ. ആദ്യമായി പാടലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. നിമല നിർമ്മലനെ, നിത്യനെ നിത്യനെ നാശഹീനനെ, നിർഭയനെ നിർഭയനെ, നിർഗുണനെ നിർഗുണനെ, പുവി ഭൂമിയിൽ, അവമേ നായേൻ നിസാരനായ നായയ്ക്ക് സമാനനായ ഞാൻ, അഴിയാതെ നശിച്ചു പോകാതെ, നമനൈ കഴലാൽ കായ്ந்த നടേച്ച. നമനൈ എന്നാൽ ഇവിടെ യമദേവനെ, യമനെ ഒരു പുരാണ കഥയെ പരാമർശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാലാൽ കൊല ചെയ്ത നടേശ, പുവിമീത് ഭൂമിക്കുമേൽ, ഭൂമിയിൽ അരുൾവാരം അനുഗ്രഹവും വരവും, പുരിവായേ ചൊരിയണമേ, നീയേ പെരുമാനേ
നീ തന്നെ പെരിയവൻ, നീ തന്നെ വലിയവൻ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: നിർമ്മലനും നിത്യനും നിർഭയനും നിർഗുണനുമായ ശിവപെരുമാനെ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം നായയുടേതുമാതിരി അർത്ഥശൂന്യമായി തീരാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. യമനെ കാലിനടിയിലാക്കി നടനം ചെയ്ത നടേശ, ഭൂവാസിയായ എന്നിൽ അനുകമ്പയും അനുഗ്രഹവും ചൊരിഞ്ഞ് വലിയവനായ നീ എന്നെ കാത്തുരക്ഷിക്കുമാറാകണമേ. നിർമ്മലനും നിത്യനുമായ ശിവൻ ശാശ്വതമായ ജ്ഞാനപ്രകാശം തന്നെയാണ്. സർവഭയങ്ങളും അജ്ഞാനജന്യങ്ങളാണ്. അറിവിൻ്റെ പ്രകാശമില്ലാത്തിടത്താണ് ഭയത്തിന് വിളയാടാനുള്ള അവസരം ലഭിക്കുന്നത്. അറിവിന് രൂപമില്ല, അതുകൊണ്ടത് നിരാകാരമാണ്. നിരാകാരമായതുകൊണ്ട് ദ്രവ്യഗുണഹീനമെന്നും അറിവിനെ വിശേഷിപ്പിക്കാം. ജ്ഞാനസ്വരൂപനായ പരമശിവന് വാസ്തവത്തിൽ രൂപഗുണങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ ശിവനെ നിർഗുണൻ എന്നും നിർഭയൻ എന്നും സംബോധന ചെയ്തിരിക്കുന്നു. അറിവിൻ്റെ സമസ്ത സ്വരൂപം പൂണ്ട് വിരാജിക്കുന്ന ശിവനെ പെരുമാനേ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അറിവിൻ്റെ പെരുമയെ ഉൾക്കൊള്ളുന്ന മഹാപ്രഭു, മഹേശ്വര എന്നിങ്ങനെ ഈ സംബോധനകളെ മനസ്സിലാക്കേണ്ടതാണ്. നമനൈ കടലാൽ കായ്ந்த നടേജ എന്ന സംബോധനയെ ഗുരുകൃതമായ സ്വാനുഭവ ഗീതയിലെ തൊലിയുമെടുത്തു പുതച്ച കലിയെ കടലാൽ അഴിക്കുമൊരു കലിയെ, കലിയും കാലാൽ തുലയും നിലയെ, എല്ലാ നിലയ്ക്കുമൊരു തലയേ എന്ന ശ്ലോകത്തോട് ചേർത്ത് വെച്ച് വ്യാഖ്യാനം ചെയ്തറിയാവുന്നതാണ്. കലിയായും കാലപുരുഷനായും കാലരുദ്രനായും ഭാവം പകർന്നാടുന്ന ശിവന്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുന്ന യമൻ മനുഷ്യായുസ്സിനെ പ്രതീകവൽക്കരിക്കുന്ന ദൃഷ്ടാന്ത പുരുഷനാണ്. വാസ്തവത്തിൽ ആ പുരുഷനും ശിവൻ തന്നെയാണ്. സർവം ശിവമയമായി കാണുന്ന ശിവയോഗിക്ക് ശിവന്റെ കാൽക്കീഴിൽ അമരുന്ന യമനെ എങ്ങനെയാണ് ശിവനിൽ നിന്നും അന്യമായി കാണാൻ സാധിക്കുക? ഭൂമിയിൽ വാണരുളുന്ന എനിക്ക് അൻപും അനുഗ്രഹവും നൽകി കാത്തുരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. ഭൂവാസികളായ നമ്മൾ ഓരോരുത്തരും പരമേശ്വരൻ്റെ പകർന്നാട്ടങ്ങളാണ്. അങ്ങനെയുള്ള നമുക്ക് ശിവന്റെ അൻപും അനുഗ്രഹവും കൂടാതെ അതേ ഭാവത്തിൽ തുടരുന്നതിന് തടസ്സമുണ്ടോ? ഒരിക്കലുമില്ല. സർവം ശിവമയം എന്ന നിലപാടുതറയിൽ നിന്നുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയുടെ പൊരുൾ എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം എന്ന് നോക്കാം. അനുഗ്രഹത്തിനിവിടെ ശിവഭാവത്തിൻ്റെ സന്നിവേശം എന്നാണ് അർത്ഥം. ശിവൻ ഒരാളിലേക്ക് സന്നിവേശിക്കുമ്പോഴാണ് ശിവോഹം എന്ന അനുഭൂതി അയാൾക്കുണ്ടാവുന്നത്. ശിവതത്വപ്പൊരുൾ യഥാതഥം സാക്ഷാത്കരിക്കപ്പെടുമാറാകണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഒന്നിൻ്റെ കമ്പനത്തെ അനുവർത്തിച്ചുണ്ടാകുന്ന കമ്പനമാണ് അനുകമ്പനം. ഗുരുദേവൻ ശിവസായുജ്യ പദപ്രാപ്തിയിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ധ്യാനയോഗ സാധനയിൽ മുഴുകിയിരുന്നു കൊണ്ടാണ് ഈ ധ്യാനമന്ത്ര രചന നടത്തിയത്. ആ ജപത്തിന് ഫലപ്രാപ്തി ഉണ്ടാകുവാൻ ശൈവപ്രഭാവത്തിൻ്റെ അനുകമ്പനം കൂടിയേ തീരും. ശിവന്റെ അനുഗ്രഹത്തിനും അനുകമ്പയ്ക്കും വേണ്ടിയുള്ള ധ്യാനത്തെ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവിടെയും നായയെപ്പോലെ അടിപറ്റി ചേർന്നവൻ എന്ന സ്വയം വിശേഷണം ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്. തമിഴ് തേവാര സംസ്കാരത്തിൻ്റെ സ്വാധീനമാണ് വിനയം പ്രകടിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രയോഗം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.
ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 7-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മാനേ മതി ചൂടും മറയോനെ ചടയാടി വാനോർകൾ വണ്ണങ്കം വടിവേ വந்தருள்வாயே തേനേ തെളിവേ തീൻചുവയേ ദിവ്യരജം തന്തോനേ തുണയേ തെന്മറയിരാറുണർവോനേ മാനേ മതി ചൂടും മറയോനേ ചടയാടി വാനോർകൾ വണങ്കും വടിവേ വந்தருள்வாயே തേനേ തെളിവേ തീൻചുവയേ ദിവ്യരചം തന്തോനേ തുണയേ തെന്മറയിരാറുണർവോനേ. ആദ്യമായി പാടലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. മാനേ, മഹാനായുള്ളവനെ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. മതിചൂടും മറയോനേ, ചന്ദ്രകലാധരനായ വേദപ്പൊരുളെ, ചടയാടി, ജടധരിച്ച് ആടുന്നവനെ, നൃത്തം ചെയ്യുന്നവനെ, വാനോർകൾ വണങ്കും വടിവേ, ദേവന്മാരാൽ വണങ്ങപ്പെടുന്ന സ്വരൂപം ധരിച്ചവനെ, വന്ന് അരുൾവായേ, വന്ന് അനുഗ്രഹിച്ചാലും, തേനേ, ജ്ഞാനമാധുര്യം ചുരത്തിത്തരുന്നവനെ, തെളിവേ, തെളിവാർന്ന സത്യമേ, തീൻ ചുവയ്യേ, മധുരരസമേ, ദിവ്യരചം തന്തോനേ, ദിവ്യമായ ആനന്ദരസത്തെ തന്നവനെ, തുണയ്യേ, എല്ലായ്പ്പോഴും തുണയായി വർത്തിക്കുന്നവനെ, തെന്മറൈ ഈരാർ, തെക്കൻ വേദമായ 12 തിരുമുറകളെയും ഉണർവോനെ, ഉണർത്തുന്നവനെ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. മഹാനായ പൊന്നുതമ്പുരാനെ, ചന്ദ്രകലാധരനായ വേദപ്പൊരുളെ, ജഡാധരനായി പ്രപഞ്ചനാടകമാടുന്ന പരംപൊരുളെ, ദേവന്മാരാൽ വണങ്ങപ്പെടുന്ന ജ്ഞാനസ്വരൂപനെ, തേനേ, തെളിവാർന്ന സത്യസ്വരൂപമേ, ദിവ്യമായ പരമാനന്ദം ചൊരിഞ്ഞുകൊണ്ട് വാണരുളുന്നവനെ, എല്ലാവർക്കും എപ്പോഴും തുണയായി വർത്തിക്കുന്നവനെ, തെക്കൻ വേദങ്ങളായ 12 തിരുമുറകളെയും ഉണർത്തുന്നവനെ, നീ പ്രത്യക്ഷനായി വന്ന് അനുഗ്രഹം നൽകുമാറാകണമേ. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന പരമ്പൊരുൾ എന്ന അർത്ഥത്തിലാണ് ശിവനെ മഹാനായ പൊന്നുതമ്പുരാനെ എന്ന് വാഴ്ത്തിയിരിക്കുന്നത്. വൃദ്ധിക്ഷയ സൂചകമായ ചന്ദ്രക്കല ചൂടിയവനായും ജഡാധരനായും വിരാജിക്കുന്ന ശിവൻ സൃഷ്ടിന്മുഖ സംഹാരധർമ്മപ്പൊരുള, ആനന്ദം പ്രദാനം ചെയ്യുന്ന ശുദ്ധജ്ഞാന സ്വരൂപതയോടുകൂടി വിരാജിക്കുന്ന താത്വിക പുരുഷനാകുന്നു ശിവൻ എന്നാണ് ദേവന്മാരാൽ വണങ്ങപ്പെടുന്ന തെളിവാർന്ന ജ്ഞാനസ്വരൂപനായി ശിവനെ വാഴ്ത്തിയിരിക്കുന്നതിൻ്റെ പൊരുൾ. എല്ലാവർക്കും എപ്പോഴും തുണയായി വർത്തിക്കുന്നത് പ്രായോഗിക ജ്ഞാനമാണ്. വിശ്വവിധാനീയതയിലെ സ്വയം പ്രവർത്തക വിധാനീയ ഊർജമായി പരിലസിക്കുന്ന ജ്ഞാനമൂർത്തിയാകുന്നു ശിവൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനുമിടയിൽ ജീവിച്ചിരുന്ന ശിവഭക്തന്മാരായ കവികളാൽ രചിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് തിരുമുറകൾ. അവ എണ്ണത്തിൽ 12 പറയപ്പെടുന്നത്. ഗുരുദേവൻ അവയെ തിരുമുറൈ ഈരാറ്, തിരുമറൈ ഈരാറ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ എന്ന് പറയാൻ വേദമെന്നാണ്.
ചോളരാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരമാണ് തിരുമുറകൾ രചിക്കപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. തിരുജ്ഞാന സംബന്ധർ, അപ്പർ, സുന്ദരമൂർത്തി തുടങ്ങിയ തേവാര രചയിതാക്കളുടെ കൃതികളും തിരുമുറകളിൽ പെടുന്നവയാണ്. ദ്രാവിഡ വേദങ്ങളിലെല്ലാം പരമ്പൊരുളായി വാഴ്ത്തപ്പെട്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപനാകുന്നു ശിവൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികം 8-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉണർവോരറിവാരോരറിവായെങ്കുമിലങ്കും ഉണർവേ പൊർക്കുവയ്യേ പോതവരമ്പിൻറിയ പൂവേ പുനല്ലേ പുത്തമുതേ വിത്തകമേ വന്തരുണീരനല്ലേ വെളിയേ മാരുതമേ മാനിലമേ വാ. ഉണർവോരറിവാരോരറിവായി എങ്കുമിലെങ്കും ഉണർവേ പൊർക്കുവയ്യേ പോതവരമ്പിൻറിയ പൂവേ പുനലേ പുത്തമുതേ വിത്തകമേ വന്തരുണീരനല്ലേ വെളിയേ മാരുതമേ മാനിലമേ വാ. ആദ്യമായി പാടലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഉണർവോർ അറിവാർ. ഉണർന്നറിഞ്ഞവരാണ് അറിവുള്ളവർ. ഓരറിവായി, ഒരൊറ്റ അറിവായി. എങ്കും ഇലങ്കും, എല്ലായിടത്തും വിളങ്ങി ശോഭിക്കുന്ന ഉണർവേ, ഉണർവായി വർത്തിക്കുന്നവനെ. പൊർക്കുവയ്യേ, പൊന്മലയെ. ബോധവരമ്പ് ഇൻട്രിയ പൂവേ, ബോധത്തിൻ്റെ അതിർവരമ്പുകൾക്കെല്ലാം അപ്പുറം വിരിഞ്ഞു വിലസുന്ന ഭൂമാവേ, പൃഥ്വീതത്വമേ. പുനല്ലേ, ജലമേ. പുത്തമുതേ, പുത്തനമൃതേ. വിത്തകമേ, ജ്ഞാനപ്പൊരുളേ. വന്നരുൾ നീ, നീ വന്ന് അനുഗ്രഹിച്ചാലും. അനലേ, ജ്യോതിസ്വരൂപമേ. വെളിയേ, ആകാശസ്വരൂപനേ. മാരുതമേ, വായുസ്വരൂപനേ. മാനിലമേ വാ, മഹാനിലമായി വിരാജിക്കുന്നവനെ വന്നാലും. പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ഉണർന്നറിഞ്ഞവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. ഒരൊറ്റ അറിവായി എല്ലായിടത്തും നിറഞ്ഞു വിരാജിക്കുന്ന ഉണർവ് വടിവാർന്ന പൊന്മലയെ. അതിർവരമ്പുകളൊന്നുമില്ലാതെ സർവത്ര പരന്നൊഴുകുന്നതും അറിയപ്പെട്ടവയ്ക്കെല്ലാം അപ്പുറത്തായി വിരിഞ്ഞു വിലസുന്ന ജ്ഞാനപുഷ്പമേ. നിത്യനൂതനമായ ജ്ഞാനാമൃതമേ. അറിവു മാത്രമായി ഉരുവം പൂണ്ട സത്താവിശേഷമേ. ആകാശമായും ഭൂമിയായും ജലമായും വായുവായും അഗ്നിയായും ഭാവം പകർന്നാടുന്ന താത്വിക പൊരുളേ, നീ പ്രത്യക്ഷീഭവിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. ജ്ഞാനോദയം സിദ്ധിച്ചവർ അഥവാ സത്യദർശികളാണ് ഉണർന്നറിഞ്ഞവർ. അങ്ങനെയുള്ളവരെ മാത്രമേ യഥാർത്ഥ ജ്ഞാനികൾ എന്ന് പറയാനാവൂ. ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും ത്രിപുടിയറ്റ നിലയിൽ ഏകീഭവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന സാധകന് സർവത്ര സർവ്വതിലും ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ മാത്രമേ ദർശിക്കാനാവൂ. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ആ പൊരുളിനെയാണ് സത്യദർശികൾ ശിവനായി ഭാവന ചെയ്യുന്നത്.
ശിവമയമല്ലാത്തതായി യാതൊന്നുമില്ല എന്ന സാക്ഷാത്കാരാനുഭൂതിയിൽ എത്തിച്ചേർന്ന ഗുരുദേവന് പ്രാപഞ്ചികവും പ്രാപഞ്ചികേതരവുമായ സർവത്തെയും ശൈവാത്മകമായി ദർശിക്കാൻ സാധിച്ചു. ആ ആനുഭൂതിക നില മാറ്റമില്ലാതെ തുടരുവാനുള്ള അനുഗ്രഹത്തിനായിട്ടാണ് ഈ പാടലിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഔപനിഷദമായ ധ്യാനയോഗ സാക്ഷാത്കാര മാതൃകയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 9-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വാ വാ ചടയിർ കങ്കൈ വളർക്കും മണിയേ എൻ പാവായ് മതിയേ പങ്കയമേ പന്മറയീറായ് തേവാദികൾ പോറ്റും തെളിവേ തിൻകടൽ ചേരും നാവായ് എനയാൾവായ് നദി ചൂടി നരകാരേ. വാ വാ ചടയിർ കങ്കൈ വളർക്കും മണിയേ എൻ പാവായ് മതിയേ പങ്കയമേ പന്മറയീറായ് തേവാദികൾ പോറ്റും തെളിവേ തിൻകടൽ ചേരും നാവായ് എനയാൾവായ് നദി ചൂടി നരകാരേ. ചടയിർ ജടയിൽ കങ്കൈ വളർക്കും മണിയേ, ഗംഗയെ സംരക്ഷിക്കുന്ന രത്നമേ, എൻ പാവായ് എൻ്റെ കൺമണിയായി, മതിയേ ബുദ്ധിയേ ബോധമേ, പങ്കയമേ പങ്കജമേ, പന്മറൈ ഈറായ് എല്ലാ മതങ്ങളുടെയും പൊരുളായി വിളങ്ങുന്നവനെ, ദേവാദികൾ പോറ്റും തെളിവേ ദേവാദികളാൽ പോറ്റപ്പെടുന്ന തെളിവാർന്ന സത്യമേ, തിൻകടൽ ചേരും തരണം ചെയ്യാൻ പ്രയാസമുള്ള കടലിൽ ചേർന്നിരിക്കുന്ന നാവായ്, ഇവിടെ നാവായ് നിറ കപ്പലായി എന്നാണ്. കപ്പലേ എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. എന്നെ ആൾവായ് എന്നെ രക്ഷിച്ചു കൊള്ളണമേ, നദി ചൂടി നരകാരേ ഗംഗാധരനായ നരകശത്രുവേ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ജടയിൽ ഗംഗയെ സംരക്ഷിക്കുന്ന പ്രതീകമൂർത്തിയായി വിരാജിക്കുന്ന ജ്ഞാനരത്നമേ, എനിക്ക് കൺമണിയായിട്ടുള്ളവനെ, എൻ്റെ ഉൾനേത്രത്തെ പ്രജ്വലിപ്പിക്കുന്ന ജ്ഞാനമണിയേ, ബോധരൂപത്തിൽ എൻ്റെ ഹൃദയാകാശത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ജ്ഞാനപുഷ്പമേ, വേദഗ്രന്ഥങ്ങളിലെല്ലാം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അറിവിൻ്റെ ആത്യന്തിക പൊരുളായി വിരാജിക്കുന്ന വേദസ്വരൂപനെ, ദേവാദികളെല്ലാം പോറ്റുന്ന തെളിവാർന്ന സത്യമേ, തരണം ചെയ്യാൻ പ്രയാസമുള്ള ജീവിതക്കടലിൽ ചേർന്നിരിക്കുന്ന കപ്പലേ, നദീധരനും നരകാരിയുമായ ഭഗവാനെ, എന്നെ കാത്തുരക്ഷിച്ചാലും. ഗംഗാധരനായ ശിവൻ ഋഷിഭാവനയിൽ വിരിഞ്ഞ ഒരു കാവ്യബിംബമാണ്. ജീവാധാരമൂലമായ ജലത്തെ ഉച്ചിയിൽ സംരക്ഷിക്കുന്ന പ്രവൃത്തി തികച്ചും പ്രതീകാത്മകമാണ്. ഉൾനേത്രത്തെ പ്രജ്വലിപ്പിക്കുന്ന ജ്ഞാനമണി എന്നാണ് ഗുരുദേവൻ ഗംഗാധരനായ ശിവനെ വാഴ്ത്തിയിരിക്കുന്നത്. ജീവിതക്കടൽ സുരക്ഷിതമായി നീന്തിക്കടക്കാൻ അവലംബിക്കാവുന്ന കപ്പലായും ശിവനെ ഭാവന ചെയ്തിരിക്കുന്നു. നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വണ്ടോണി നിൻപദം എന്ന് ദൈവദശകത്തിലും ഗുരുദേവൻ ദൈവത്തെ വാഴ്ത്തിയിട്ടുണ്ട്. ദൈവത്തെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിച്ച ഗുരു സംസാരസാഗര തരണത്തിനായി
വിശ്വാസപൂർവം അഭയം പ്രാപിക്കാവുന്ന കപ്പലായും ആ കപ്പലിലെ കപ്പിത്താനായും ദൈവത്തെ തന്നെ ഭാവന ചെയ്തു. സർവം ജ്ഞാനമയം എന്ന ഔപനിഷദ വീക്ഷണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പാടലിൽ ദൈവത്തിൻ്റെ സ്ഥാനം ശിവനിൽ ആരോപിച്ചിരിക്കുന്നു. ശിവത്തെ, അതായത് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നാണ് ശിവപദത്തിൻ്റെ വാഗർത്ഥം. അതിസങ്കീർണവും സംഘർഷഭരിതവുമായ ജീവിതത്തെ മംഗളകരമാക്കി തീർക്കാൻ അറിവിൻ്റെ പ്രയോഗവൽക്കരണത്തിനും അപ്പുറത്തായി മറ്റൊന്നിനും സാധിക്കുകയില്ല. അല്ലെ, ഈ അറിവിൻ്റെ പ്രയോഗവൽക്കരണത്തിന് മാത്രമേ അതിന് സാധിക്കൂ. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവപ്രഭാവത്തെ സാക്ഷാത്കരിക്കുന്നതും പ്രായോഗിക ജ്ഞാനിയായി ഉയരുന്നതും തമ്മിൽ താത്വികമായ അന്തരമില്ല. തിളച്ചുമറിയുന്ന വെള്ളം നിറഞ്ഞ കടലായി ജീവിതത്തെയും ആ കടലിനെ തരണം ചെയ്യാനുള്ള സുരക്ഷിതമായ കപ്പലായി ശിവനെയും ഭാവന ചെയ്തിരിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. അറിവിൻ്റെ അഭാവമാണ് ജീവിതത്തെ നരകക്കടലാക്കി തീർക്കുന്നത്. ലോകത്തെപ്പറ്റിയും ജീവിത യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും ശരിയായ ബോധ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സർവപ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള വിദ്യകൾ അവർക്ക് വശപ്പെട്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ ജീവിതസാഗരം താണ്ടിക്കടക്കാൻ അറിവ് അവർക്ക് തുണയായി ഭവിക്കും. നരകാരിയും നദീധരനുമായ ഭഗവാനെ, എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. ശിവശിരസിലെ ഗംഗ തണുത്ത ജലപ്രവാഹം ചൊരിഞ്ഞുകൊണ്ടാണ് വിരാജിക്കുന്നത്. ആ ജലധാരയുടെ കുളിരേറ്റ് ശിവനാകുന്ന കപ്പൽ ഒരു സുഖവാസയാന പേടകമായി വർത്തിക്കുമ്പോൾ ജീവിതക്കടലിലെ ജലം എത്ര ശക്തിയോടുകൂടി തിളച്ചു മറിഞ്ഞാൽ അത് ആ കപ്പലിലെ യാത്രക്കാരെ ബാധിക്കുകയില്ല. ഭാവനാസമ്പന്നമായ ഒരു ബിംബസങ്കല്പമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്, ഈ പാടലിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 3-ാമത് പതികത്തിലെ 10-ാമത്തെയും അവസാനത്തേതുമായ പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കാരേറുകയർ കണ്ണീർ വീച്ചും വലയിൽ പട്ടാരഴിയാതോർ അവമേ നീ അറിയായോ. ഏരേറുപിരാനും നെടുമാലും പൊടി കാണാചാരാമുദമൊன்றീன்றരുളായേ പെരുമാനേ. കാരേറുകയർ കണ്ണിയർ വീചും വലയിൽ പട്ട് ആരാരഴിയാതോർ അവമേ നീ അറിയായോ. ഏരേറുപിരാനും നെടുമാലും പൊടി കാണാ ചാരാമുദമൊன்றീன்றരുളായേ പെരുമാനേ. കാരേറ്, കാർ ഏറ്, ഏറിയ കറുപ്പ്, അതായത് എഴുന്നു പൊങ്ങി നിൽക്കുന്ന കറുപ്പ്. ഇവിടെ കറുപ്പ് അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. കയർ കണ്ണിയർ എന്ന് പറയാൻ കായൽ മീനിൻ്റെ കണ്ണോട് കൂടിയവർ. വീചും വലയിൽപ്പെട്ട്, വീശുന്ന വലയിൽപ്പെട്ട്. ആരാര് അഴിയാതോർ, ആരൊക്കെയാണ് നശിച്ചു പോകാത്തത്. അവമേ, ഈ സങ്കടത്തെ നീ അറിയായോ, നീ അറിയുന്നില്ലേ. ഏരേറുപിരാനും നെടുമാലും, കാളപ്പുറത്തു സഞ്ചരിക്കുന്ന തമ്പുരാനും വിഷ്ണുവും. പൊടി കാണാചാരാമൃതം, അവർ രണ്ടുപേരും അണുവിട പോലും വ്യത്യാസമില്ലാത്ത ജ്ഞാനസ്വരൂപന്മാരാകുന്നു എന്ന ജ്ഞാനാമൃതത്തെ ഒன்று ഇன்று അരുളായോ പെരുമാനേ,
ഇന്ന് തന്നെ ഒന്ന് പറഞ്ഞു തന്നാലും ശിവപെരുമാനെ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ശിവപെരുമാനെ, കായൽ മീനിൻ്റേതുപോലെയുള്ള കണ്ണുകളോടുകൂടിയവർ വീശുന്ന വലയിൽപ്പെട്ട് നശിച്ചു പോകാത്തവരായി ആരാണുള്ളത്? ഈ സങ്കടം നീ അറിയുന്നില്ലേ? കാളവാഹനനായ തമ്പുരാനും, അതായത് ശിവനും, സർവവ്യാപിയായ വിഷ്ണുവും തമ്മിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്ന ജ്ഞാനസാരാമൃതം ഇന്നെനിക്ക് നീയൊന്ന് പറഞ്ഞു തരില്ലേ? കാരേറു കയൽ കണ്ണീർ വീചും വലയിൽപ്പെട്ട് ആരാരറിയാതോർ അവമേ നീ അറിയായോ എന്ന ചോദ്യമാണ് ഈ പാടലിൻ്റെ ആദ്യ പകുതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. കാരിക്കറുപ്പുള്ളതും കായൽ മീനിൻ്റേതുപോലെ ഉള്ളതുമായ കണ്ണോട് കൂടിയവർ വീശുന്ന വലയിൽപ്പെട്ട് നശിച്ചു പോകാത്തവർ ആരൊക്കെയാണ് എന്ന ചോദ്യം ചിന്തോദ്ദീപകമാണ്. മീൻകണ്ണിന് പോളയില്ല. കൺപോളയില്ലാത്ത കണ്ണ് ത്യാജ്യഗ്രാഹ്യ വിവേചന രാഹിത്യത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ചൂണ്ടയിൽ കൊരുത്ത ഇര വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ വീണ്ടും വിചാരം കൂടാതെ മീനുകൾ ആ ഇര വെട്ടി വീഴും. അതോടെ ആ മീനിൻ്റെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. ത്യാജ്യഗ്രാഹ്യ വിവേചന ശേഷിയില്ലായ്മയും തികഞ്ഞ അജ്ഞതയുമാണ് മീനുകളെ അപകടത്തിൽപ്പെടുത്തുന്നത്. തുറന്നു വെച്ച കണ്ണുകളോടുകൂടിയാണ് മീനുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും കണ്ണുകളുടെ ധർമ്മം ശരിയായി നിർവഹിക്കാനുള്ള ശേഷി അവയ്ക്കില്ല. അവിവേകികളും അജ്ഞാനികളുമായ മനുഷ്യരുടെ കാര്യവും ഇതുപോലെയാണ്. അക്കൂട്ടരുടെ പ്രേരണകളിൽ പെട്ടുപോയാൽ അപകടം ഉറപ്പാണ്. ശിവതത്വപ്പൊരുൾ ശരിയായി ഗ്രഹിക്കാതെ പുരാണേതിഹാസങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള അന്യാപദേശ കഥകളെ തെറ്റായി വ്യാഖ്യാനിച്ച് ആത്മീയ തട്ടിപ്പുകൾ നടത്തുന്നവരുടെ കെണികളിൽപ്പെട്ട് പലരും വഴിതെറ്റിപ്പോകുന്നത് സാധാരണമാണ്. ഇക്കാര്യമാണ് ഈ പാടലിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏരേറുപിരാനും നെടുമാലും പൊടി കാണാ ചാരാമൃതമൊன்றின்று അരുളായേ പെരുമാനേ എന്ന പ്രാർത്ഥനയാണ് പാടലിൻ്റെ രണ്ടാം പകുതിയിൽ നടത്തിയിരിക്കുന്നത്. ഏര് എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഉഴവുമാട് എന്നാണ്. ശിവന്റെ വാഹനം കാളയാണല്ലോ. അവിവേകത്തിൻ്റെ പ്രതീകമായ ഒരു കാവ്യബിംബമാണ് കാള. സ്വതന്ത്രമായി അഴിച്ചുവിട്ടാൽ വേലി തകർത്ത് വിളകൾ നശിപ്പിക്കുന്ന സ്വഭാവമുള്ള കാളയെ നുകം വെച്ച് പൂട്ടിത്തെളിച്ചാൽ നല്ല ഉഴവുകാരനായി അത് വർത്തിക്കും. വിളകൾക്ക് ഹാനികരങ്ങളായ കളകളെ ഉഴുതുമറിച്ച് മണ്ണിൽ ലയിപ്പിച്ച് വളമാക്കി തീർക്കുന്ന പ്രവൃത്തി കൂടിയാണ് നിലമുഴൽ. കർഷകന്റെ സഹായിയായി നിന്നുകൊണ്ട് നിലമുഴുന്ന കാള തനിക്ക് ആവശ്യമുള്ള തീറ്റയുടെ ഉൽപാദന പ്രക്രിയയിലും പങ്കാളിയാവുന്നുണ്ട്. സ്വയമേവ വിവേകബുദ്ധിയില്ലാത്ത കാളയെ വിവേകിയായ കർഷകൻ നുകം വെച്ച് വിവേകവൃത്തിയിൽ ഏർപ്പെടുത്തുന്നത് പോലെ മനുഷ്യർ ഉൾപ്പെടെയുള്ള സർവ്വജീവികളുടെയും സഹജമായ അവിവേകത്തെ സൃഷ്ടിന്മുഖ സംഹാരത്തിലൂടെ അമർച്ച ചെയ്ത് ലോകമംഗളം പ്രദാനം ചെയ്യുന്ന ശിവനെ ഏരേറുപിരാനായി ഭാവന ചെയ്തിരിക്കുന്നു. ശിവവാഹനമായ കാള അമർച്ച ചെയ്യപ്പെട്ട് ധനാത്മകതയിലേക്ക് നയിക്കപ്പെടുന്ന അവിവേകത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. സർവത്ര സർവ്വതുമായി ഭാവം പകർന്നാടുന്ന ഏകവും അഖണ്ഡവുമായ നെടിയമാൽ അഥവാ പരംപൊരുൾ എന്ന് വിഷ്ണു പര്യായമായ നെടുമാൽ എന്ന പദത്തിനർത്ഥം പറയാവുന്നതാണ്. നെടുമാലും വിഷ്ണുവും ഒരാൾ തന്നെയാണ്. സ്ഥിതിപാലന ധർമ്മമൂർത്തിയാണ് വിഷ്ണു. സൃഷ്ടിക്കപ്പെട്ടവയുടെ പരിപാലനമാണല്ലോ സ്ഥിതിപാലനം. ശൈവസിദ്ധാന്തികൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏകശക്തിയായി ശിവനെ വാഴ്ത്തുമ്പോൾ വൈഷ്ണവർ ആ സ്ഥാനം വിഷ്ണുവിൽ ആരോപിക്കുന്നു. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ ശൈവപ്പൊരുളിൽ നിന്നും ഭിന്നമല്ല
ഈ രണ്ട് തത്വങ്ങളുടെയും സാരാമൃതം എനിക്കൊന്നായി വെളിപ്പെടുത്തി തരയണമേ എന്നാണ് ഗുരുദേവൻ ഈ പതികത്തിൻ്റെ ഉപസംഹാരത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. മതാതീതമായ ജ്ഞാനസ്വരൂപതയോടുകൂടി ശൈവതത്വപ്പൊരുൾ സാക്ഷാത്കരിക്കാനുള്ള ഇച്ഛാശക്തിയിൽ നിന്നും ഉറന്നു വന്ന നിർവ്യാജ പ്രാർത്ഥനയാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.